നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പുതിയ വഴിത്തിരിവ്. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ബത്തേരിയിൽ നടന്ന സർവകക്ഷി യോഗം ബഹിഷ്കരിച്ച UDF. അജീഷിന്റെ കുടുംബത്തിന് 15 ലക്ഷം രൂപ നൽകാനുള്ള കർണാടക സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ BJP. അമിത് ഷായ്ക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയെന്ന കേസിൽ രാഹുൽ ഗാന്ധി MPക്ക് ജാമ്യം അനുവദിച്ച് കോടതി. ചെങ്കടലിലെ വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ഹൂതി ആക്രമണം. വാർത്തകൾ വിശദമായി. 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ വഴിത്തിരിവാകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അറപ്പുര റെസിഡൻസ് അസോസിയേഷൻ ഓഫീസിലെ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. കുട്ടിയെ ഉപേക്ഷിക്കാനെത്തിയത് ചാക്ക ഭാഗത്തു നിന്നാണെന്ന് സൂചന. ചാക്കയിലെ റോഡരികിൽ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കുമൊപ്പം ഉറങ്ങിക്കിടക്കുമ്പോൾ ഞായറാഴ്ച അർദ്ധരാത്രിയാണ് കുട്ടിയെ കാണാതായത്. ഇന്നലെ രാത്രി 7:30 500 മീറ്റർ അകലെ 6 അടിയിലേറെ ആഴമുള്ള ഓടയിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പോലീസും മാധ്യമങ്ങളും പൊതുസമൂഹവും ജാഗ്രതയോടെ രംഗത്തിറങ്ങിയതോടെ പ്രതികൾ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് കരുതുന്നതായി പോലീസ് പറഞ്ഞു. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായാണ് അറിയിച്ചിരിക്കുന്നത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. തേൻ വിൽപ്പനയ്ക്കായി കേരളത്തിലെത്തിയ ബീഹാർ സ്വദേശികളുടെ കുട്ടിയാണിത്. മാതാപിതാക്കൾക്കും 3 സഹോദരങ്ങൾക്കുമൊപ്പമാണ് ഉറങ്ങാൻ കിടന്നത്. പ്രതിരോധ മന്ത്രാലയത്തിനു കീഴിലെ ബ്രഹ്മോസും വിമാനത്താവളവും ഉൾപ്പെടുന്നതിനാൽ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലയാണ് ചാക്ക. രാത്രി 12-നു ശേഷം ഉറക്കമുണർന്ന പിതാവാണ് കുഞ്ഞിനെ കാണാതായതായി ആദ്യം അറിഞ്ഞത്. 2:30 പേട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. മഞ്ഞ സ്കൂട്ടറിൽ കൊണ്ടുപോകുന്നത് കണ്ടതായി സഹോദരന്മാർ പറഞ്ഞെങ്കിലും ലഭ്യമായൊരു CCTVയും കുട്ടിയുടെ ദൃശ്യം പതിഞ്ഞിരുന്നില്ല. ഒരിക്കൽ തിരച്ചിൽ നടത്തി മടങ്ങിയ സ്ഥലത്തു നിന്നാണ് രാത്രി കുട്ടിയെ കണ്ടെത്തിയത്. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ബത്തേരിയിൽ നടന്ന സർവകക്ഷി യോഗം ബഹിഷ്കരിച്ച UDF. മുഖ്യമന്ത്രി ജില്ലയിൽ നേരിട്ടെത്തി സർവകക്ഷി യോഗം വിളിക്കണമെന്നാണ് ആവശ്യം. MLA-മാരായ T. സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ളവരാണ് പുറത്തുപോയത്. അതേസമയം വയനാട് സന്ദർശനത്തിനെത്തിയ മന്ത്രിസംഘത്തിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ബത്തേരി ചുങ്കത്താണ് മന്ത്രിമാരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ജില്ലാ പ്രസിഡന്റ് അമൽ ജോയിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഇന്ന് രാവിലെയാണ് മന്ത്രിമാർ ബത്തേരിയിലെത്തിയത്. വന്യമൃഗ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് മന്ത്രിമാരായ K. രാജൻ, AK ശശീന്ദ്രൻ, MB രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ മന്ത്രി സംഘം സർവകക്ഷി യോഗം വിളിച്ചത്. അതേസമയം കരിങ്കൊടി കാണിക്കാൻ നിന്ന 5 പേരെ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ സമയം മാറി നിന്ന 2 പേരാണ് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് മന്ത്രിസംഘത്തിനു നേരെ പ്രതിഷേധിച്ചത്. വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിക്കാനും പ്രത്യേകം യോഗം ചേരുന്നതിനുമാണ് മന്ത്രിമാർ ബത്തേരിയിലെത്തിയത്. മന്ത്രിമാർ സന്ദർശനം നടത്താത്തതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. വ്യാപക പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് സർവകക്ഷി യോഗം സംഘടിപ്പിച്ചത്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച വിഷയത്തിൽ കേന്ദ്രവും കേരളവും തമ്മിലുള്ള നിയമ പോരാട്ടം മുറുകുന്നു. സുപ്രീം കോടതിയിലെ സ്യൂട്ട് ഹർജി പിൻവലിച്ചാൽ 11,731 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അനുമതി നൽകാമെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചത്. എന്നാൽ കേസ് ഇല്ലെങ്കിൽ പോലും ഈ തുക കടമെടുക്കാനുള്ള അർഹത സംസ്ഥാനത്തിനുണ്ടെന്നാണ് കേരളം മറുപടി നൽകിയിരിക്കുന്നത്. അതേസമയം 26,000 കോടി അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം നൽകിയ സ്യൂട്ട് ഹർജിയിൽ മാർച്ച് 6-7 തീയതികളിൽ വിശദമായി വാദം കേൾക്കാമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്രവും കേരളവും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച ഡൽഹിയിൽ ചർച്ച നടന്നിരുന്നു. ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു കുറിപ്പ് കേന്ദ്ര സർക്കാരിനു വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ N. വെങ്കിട്ടരാമൻ കോടതിക്ക് കൈമാറി. എന്നാൽ കടമെടുക്കാനുള്ള അനുമതിക്ക് സുപ്രീം കോടതിയിൽ നൽകിയ സ്യൂട്ട് ഹർജി പിൻവലിക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്നതായി കേരളത്തിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ ആരോപിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കടമെടുക്കാൻ കഴിയുക 32,432 കോടി രൂപയാണെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ സ്യൂട്ട് ഹർജി ഫയൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ 34,230 കോടി രൂപ കേരളം കടമെടുത്തിട്ടുണ്ടെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. ഇതിനു പുറമെയാണ് 11,731 കോടി കടമെടുക്കാൻ അനുവദിക്കുന്നത്. ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് എടുക്കാൻ അനുവദിക്കുന്ന തുക കൂടി ചേർത്താൽ കേരളത്തിന് ഈ വർഷം എടുക്കാവുന്ന കടം 48,049 കോടിയാകുമെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞു. 32,432 കോടി രൂപ മാത്രം എടുക്കാൻ അർഹതയുള്ളപ്പോഴാണ് ഇത്രയും തുകയ്ക്ക് അനുമതി നൽകുന്നതെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ വാദിച്ചു. എന്നാൽ സുപ്രീം കോടതിയിലെ കേസ് പിൻവലിച്ചാൽ മാത്രമേ ഈ ഇളവ് ലഭിക്കുകയുള്ളൂവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം കേന്ദ്ര സർക്കാർ പറയുന്ന 11,731 കോടി കേരളത്തിന് അർഹതപ്പെട്ട കടമെടുപ്പ് പരിധിക്കുള്ളിൽ പെടുന്നതാണെന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി.
സുപ്രീം കോടതിയിലെ കേസുമായി ആ തുകയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം വാദിച്ചു. രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് 5000 കോടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ സുപ്രീം കോടതിയിലെ കേസ് ചൂണ്ടിക്കാട്ടി കേരളത്തിന് മാത്രം ഇത് നിഷേധിക്കുന്നുവെന്നും സിബൽ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. സ്റ്റാൻഡിംഗ് കോൺസൽ CK ശശിയും കേരളത്തിനു വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായിരുന്നു. കേരള സർവകലാശാല പ്രോ ചാൻസലറായ മന്ത്രി R. ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ വിവാദ സെനറ്റ് യോഗത്തിന്റെ തീരുമാനം റദ്ദാക്കാനും പ്രോ ചാൻസലറെ താക്കീത് ചെയ്യാനും ഒരുങ്ങി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചാൻസലർ ചുമതലപ്പെടുത്താതെ സെനറ്റ് യോഗത്തിൽ അധ്യക്ഷം വഹിക്കാൻ പ്രോ ചാൻസലർക്ക് അധികാരമില്ലെന്ന് വ്യക്തമാക്കാനാണ് നീക്കം. വിവാദ സെനറ്റ് യോഗ തീരുമാനം റദ്ദാക്കുന്നതിനോടൊപ്പം വീണ്ടും യോഗം ചേർന്ന് സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സർവകലാശാല പ്രതിനിധിയെ നൽകണമെന്ന് ആവശ്യപ്പെടാനാണ് സാധ്യത. ഭരണഘടന അനുസരിച്ച് ഗവർണർ പദവിക്ക് സർക്കാർ കാര്യങ്ങളിൽ കാര്യമായ അധികാരമില്ലെങ്കിലും ചാൻസലർക്ക് സർവകലാശാലയിൽ വിപുലമായ അധികാരമുണ്ട്. സർവകലാശാല നിയമം അനുസരിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാണ് പ്രോ ചാൻസലർ. ഈ സാഹചര്യത്തിൽ താക്കീത് ചെയ്യുന്നതിനോടൊപ്പം നടപടി സ്വീകരിക്കാൻ ചാൻസലർക്ക് സാധിക്കില്ല. മന്ത്രി ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ വിവാദ സെനറ്റ് യോഗത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത് എന്ന വിശദ റിപ്പോർട്ടാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിനോട് ഗവർണർ ചോദിച്ചിരിക്കുന്നത്. ഇന്നോ നാളെയോ VC റിപ്പോർട്ട് നൽകും. നാളെ VC തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. ഇന്ന് റിപ്പോർട്ട് അയച്ചു കൊടുക്കുകയോ നാളെ ഗവർണറെ നേരിൽ കണ്ട് നൽകുകയോ ചെയ്യും. ഇത് പരിശോധിച്ച ശേഷമായിരിക്കും ഗവർണറുടെ നടപടി. പ്രോ ചാൻസലർ എന്ന നിലയിൽ രണ്ടാമത്തെ നിയമലംഘനമാണ് മന്ത്രി ബിന്ദു നടത്തുന്നതെന്നാണ് ഗവർണർ വിലയിരുത്തുന്നത്. UGC ചട്ടങ്ങൾ ലംഘിച്ച് കണ്ണൂർ സർവകലാശാല VC-യായി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകാൻ ഗവർണർക്ക് കത്ത് നൽകിയതാണ് ആദ്യത്തെ പിഴവ്. കത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നിയമനം ലഭിച്ച ഗോപിനാഥ് രവീന്ദ്രനെ കോടതി പുറത്താക്കി. രണ്ടാമത്തെ പിഴവാണ് കേരള സർവകലാശാലയിൽ സംഭവിച്ചത്. ഇത്തരം തെറ്റുകൾ ആവർത്തിക്കരുതെന്ന താക്കീത് ചാൻസലർ എന്ന നിലയിൽ നൽകാനാണ് ആലോചന. VC-മാരെ പുറത്താക്കാതിരിക്കാൻ ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ട കേസ് നാളെ ഹൈക്കോടതിയിൽ വരുന്നുണ്ട്. കോടതി നടപടികൾ കൂടി അറിഞ്ഞ ശേഷമേ ഗവർണർ തീരുമാനമെടുക്കൂ. BJP സെനറ്റ് അംഗങ്ങൾ ഗവർണർക്ക് നൽകിയ പരാതി രാജ്ഭവനിൽ നിന്ന് VC-യുടെ വിശദീകരണത്തിനായി അയച്ചു കൊടുത്തിട്ടുണ്ട്. വയനാട് മാനന്തവാടി ചാലിഖന്തയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പനച്ചിയിൽ അജീഷിന്റെ കുടുംബത്തിന് 15 ലക്ഷം രൂപ നൽകാനുള്ള കർണാടക സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ BJP. സഹായം അനുവദിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം നിയമവിരുദ്ധമാണ് എന്നാണ് കർണാടക BJP അധ്യക്ഷൻ BY വിജയേന്ദ്ര ആരോപിക്കുന്നത്. അജീഷിന്റെ കുടുംബത്തിന് 15 ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു കർണാടക സർക്കാരിന്റെ പ്രഖ്യാപനം. കർണാടകയിലെ ആനയെ വ്യാജമായി കരുവാക്കിയത് ചതിയെന്നാണ് BJPയുടെ ആരോപണം. കർണാടകയുടെ നികുതി പണം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ പ്രീതിപ്പെടുത്താൻ ചിലവഴിക്കുകയാണ്. കർണാടകയിൽ 200-ലധികം ഗ്രാമങ്ങളിൽ വരൾച്ച ബാധിച്ചിട്ടുണ്ട്. ഇവർക്കുള്ള നഷ്ടപരിഹാരം നൽകാതെ സർക്കാർ പണം വകമാറ്റി ചെലവഴിക്കുകയാണെന്നും BJP ആരോപിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശന വേളയിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് കർണാടകയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ചാൽ നൽകുന്ന അതേ തുകയായ 15 ലക്ഷം രൂപ അജീഷിന്റെ കുടുംബത്തിന് നൽകാൻ കോൺഗ്രസ് സർക്കാർ തീരുമാനിക്കുന്നത്. അതേസമയം കേരള സർക്കാർ നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപയും അജീഷിന്റെ ഭാര്യയ്ക്ക് ജോലിയും പ്രഖ്യാപിച്ചിരുന്നു. അമിത് ഷായ്ക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയെന്ന കേസിൽ രാഹുൽ ഗാന്ധി MP-ക്ക് ജാമ്യം അനുവദിച്ച് കോടതി. സുൽത്താൻപൂർ കോടതിയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത്. BJP നേതാവ് വിജയ് മിശ്രയാണ് രാഹുലിനെതിരെ പരാതി നൽകിയത്. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെയാണ് രാഹുൽ കോടതിയിൽ ഹാജരായത്. BJP നേതാവായ വിജയ് മിശ്രയാണ് കേസിലെ പരാതിക്കാരൻ. 2018-ലെ കർണാടക തിരഞ്ഞെടുപ്പിനിടെ പത്രസമ്മേളനത്തിൽ അമിത് ഷായ്ക്കെതിരെ രാഹുൽ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് കേസ്. പരാമർശം അമിത് ഷായുടെ പ്രതിച്ഛായ മോശമാക്കാനുള്ള ശ്രമമാണെന്നും വിജയ് മിശ്ര ആരോപിച്ചിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിനിടെ കർണാടകയിൽ വെച്ച് അമിത് ഷായെ കൊലക്കേസ് പ്രതിയെന്ന് രാഹുൽ വിളിച്ചുവെന്ന് ആരോപിച്ചാണ് BJP നേതാവ് വിജയ് മിശ്ര മാനനഷ്ട കേസ് നൽകിയത്. അതേസമയം അമേഠിയിലൂടെ ഭാരത് ജോഡോ ന്യായ് യാത്ര കടന്നു പോകുമ്പോഴാണ് രാഹുൽ കോടതിയിൽ ഹാജരായത്. നേരത്തെ കേസിൽ സമൻസ് അയച്ചിരുന്നുവെങ്കിലും രാഹുൽ ഗാന്ധി ഹാജരായിരുന്നില്ല. സംസ്ഥാനത്തെ സപ്ലൈകോ സ്റ്റോറുകളിൽ 40 ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വിളിച്ച ടെൻഡർ 3ാം വട്ടവും മുടങ്ങി. കുടിശ്ശിക തീർപ്പാക്കാത്തതിനാൽ ടെൻഡർ ബഹിഷ്കരിക്കുന്നതായി വിതരണക്കാരുടെ സംഘടന വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സപ്ലൈകോ ടെൻഡർ പിൻവലിച്ചത്. ഇതോടെ സപ്ലൈകോ മാവേലി സ്റ്റോറുകളുടെ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ അടക്കം ക്ഷാമം തുടരും. 8 മാസമായുള്ള 600 കോടി രൂപയുടെ കുടിശ്ശികയിൽ തീരുമാനമായില്ലെങ്കിൽ ടെൻഡറിൽ പങ്കെടുക്കാനാകില്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് വിതരണക്കാരുടെ സംഘടന. ഡിസംബറിലും ജനുവരിയിലും വിളിച്ച ടെൻഡറിന് പിന്നാലെ ഈ ടെൻഡറിൽ നിന്ന് സംഘടന വിട്ടുനിൽക്കുകയാണ്.
ഇതോടെയാണ് ടെൻഡർ നടപടികൾ സപ്ലൈകോ നിർത്തിവെച്ചത്. പുതുക്കിയ നിരക്കനുസരിച്ച് ടെൻഡർ പുനഃക്രമീകരിക്കുന്നതിനാലാണ് തീരുമാനമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടി സർക്കാർ തീരുമാനമെത്തിയതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു സപ്ലൈകോ ടെൻഡർ ക്ഷണിച്ചത്. അരി, പഞ്ചസാര, പയർവർഗ്ഗങ്ങൾ ഉൾപ്പെടെ 40 ഇന ഉൽപ്പന്നങ്ങൾ ടെൻഡർ എടുത്താൽ 3 ദിവസത്തിനകം സപ്ലൈകോ കേന്ദ്രങ്ങളിൽ വിതരണക്കാർക്ക് എത്തിക്കുമായിരുന്നു. എന്നാൽ കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകരും മില്ലുടമകളും കുടിശ്ശികയിൽ വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ്. ഇതോടെ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം തുടരും. സർക്കാരിൽ നിന്ന് അടിയന്തര സഹായമൊന്നുമില്ല. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച വിഹിതവും കിട്ടാൻ മാസങ്ങളെടുക്കും. കർഷകർക്ക് നെല്ല് സംഭരണ തുക നൽകുന്ന മാതൃകയിൽ വിതരണക്കാർക്കും കുടിശ്ശിക തീർപ്പാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഭക്ഷ്യവകുപ്പ്. ഇതിനായി ബാങ്കുകളുമായി ചർച്ചകൾ തുടരുകയാണ്. ഇതിൽ തീരുമാനമായാൽ ബാങ്കുകൾ നൽകുന്ന ക്രെഡിറ്റ് തുകയിൽ വിതരണക്കാരുടെ കുടിശ്ശിക തീർപ്പാക്കാനാണ് കണക്കുകൂട്ടൽ. എന്നാൽ ഇതിലുണ്ടാകുന്ന കാലതാമസം സപ്ലൈകോ മാവേലി സ്റ്റോറുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നാണ് ആശങ്ക. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ പ്രിയ വർഗീസിന്റെ നിയമനം ശരിവെച്ച ഹൈക്കോടതി വിധിക്ക് സുപ്രീം കോടതി ജഡ്ജിയുടെ നിരീക്ഷണം. UGC ചട്ടം തെറ്റായി വ്യാഖ്യാനിച്ചെന്നാണ് ഹർജി പരിഗണിച്ച ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് സഞ്ജയ് കരോൾ നിരീക്ഷിച്ചത്. നിയമനം ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരായ ഹർജി സുപ്രീം കോടതി പരിഗണനയ്ക്കെടുത്തപ്പോൾ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ സമയം വേണമെന്ന് UGC ആവശ്യപ്പെടുകയായിരുന്നു. ഈ ആവശ്യം അംഗീകരിച്ച് 2 ആഴ്ചത്തെ സമയം മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ UGCക്ക് സുപ്രീം കോടതി അനുവദിച്ചു. അതിന് മറുപടി നൽകാൻ 2 ആഴ്ചത്തെ സമയം പ്രിയ വർഗീസിനും കോടതി അനുവദിച്ചിരുന്നു. ജസ്റ്റിസുമാരായ JK മഹേശ്വരി, സഞ്ജയ് കരോൾ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഇതിനുശേഷമാണ് ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് സഞ്ജയ് കരോൾ ഹൈക്കോടതി വിധിക്കെതിരായ പരാമർശം നടത്തിയത്. UGC ചട്ടത്തിലെ 3(11) വകുപ്പ് തെറ്റായി വ്യാഖ്യാനിച്ചാണ് ഹൈക്കോടതി ഉത്തരവിറക്കിയത് എന്നായിരുന്നു ജസ്റ്റിസ് സഞ്ജയ് കരോളിൻ്റെ നിരീക്ഷണം. എന്നാൽ ഇതിന് മറുപടിയുണ്ടെന്ന് പ്രിയ വർഗീസിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ നിതീഷ് ഗുപ്ത പറഞ്ഞു. പ്രിയ വർഗീസിനു വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് സീനിയർ അഭിഭാഷകൻ നിതീഷ് ഗുപ്ത, അഭിഭാഷകരായ KR സുഭാഷ് ചന്ദ്രൻ, ബിജു P രാമൻ എന്നിവരായിരുന്നു. UGCക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ KM നടരാജ് സുപ്രീം കോടതിയിൽ ഹാജരായി. അതേസമയം സംസ്ഥാന സർക്കാരിനു വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത, സ്റ്റാൻഡിംഗ് കോൺസൽ CK ശശി എന്നിവർ ഹാജരായിരുന്നു. ചെങ്കടലിലെ വാണിജ്യ കപ്പലിനു നേരെ വീണ്ടും ഹൂതി ആക്രമണം. ആക്രമണത്തെ തുടർന്ന് കപ്പലിലെ ജീവനക്കാരെ ഒഴിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ നവംബർ മുതൽ ചെങ്കടലിലെ കപ്പലുകൾക്കു നേരെ ഹൂതി ആക്രമണം അഴിച്ചുവിടാറുണ്ടെങ്കിലും ഇതാദ്യമായാണ് ആക്രമണത്തെ തുടർന്ന് കപ്പൽ ഒഴിപ്പിക്കേണ്ടി വരുന്നത്. കപ്പലിൽ ഉണ്ടായിരുന്നവരെ സുരക്ഷിതരായി ഏറ്റവും അടുത്ത തുറമുഖത്ത് എത്തിച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. പ്രാദേശിക സമയമനുസരിച്ച് ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് റൂബിമർ എന്ന കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായത്. കപ്പലിന്റെ എഞ്ചിൻ റൂമും മുൻവശവും ആക്രമണത്തിൽ തകർന്നതായി GMSZ ഷിപ്പ് മാനേജ്മെന്റ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ആർക്കും പരിക്കേറ്റതായി വിവരമില്ല. ആക്രമണത്തിൽ കപ്പൽ മുങ്ങിയതായാണ് ഹൂതി വക്താവ് അവകാശപ്പെട്ടത്. എന്നാൽ ഇതു സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇസ്രയേൽ പാലസ്തീൻ പശ്ചാത്തലത്തിൽ പാലസ്തീന് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് നവംബർ മുതൽ ചെങ്കടലിൽ ഹൂതികൾ കപ്പലുകൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇസ്രയേൽ കപ്പലുകളെയാണ് ഹൂതികൾ തുടക്കത്തിൽ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ US UK കപ്പലുകൾ ഹൂതികളുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. 2 കോടി അംഗങ്ങളെ ചേർക്കാൻ ലക്ഷ്യമിട്ട് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയായ തമിഴക വെട്രി കഴകം ഇതിനായി സംസ്ഥാനത്തുടനീളം ജില്ലാ ബൂത്ത് തലങ്ങളിൽ അംഗത്വം ക്യാമ്പയിൻ ശക്തമാക്കും. പാർട്ടിയിലേക്ക് കൂടുതൽ സ്ത്രീകളെ ചേർക്കാനായി സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ നിയോഗിക്കും. കന്നിവോട്ട് ചെയ്യുന്ന സ്ത്രീകൾക്ക് പാർട്ടിയിൽ സജീവാംഗത്വം നൽകാനും വിജയ് പ്രത്യേക നിർദ്ദേശം നൽകിയതായാണ് പാർട്ടി ജനറൽ സെക്രട്ടറി ബൂസി ആനന്ദ് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ഫെബ്രുവരി 2-നാണ് വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത്. 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ മൊബൈൽ ആപ്പും ഉടൻ പുറത്തിറക്കും. പാർട്ടിയുടെ നയങ്ങളും പരിപാടികളും തീരുമാനിക്കാൻ ഭാരവാഹികളുടെ യോഗം അടുത്തു തന്നെ ചെന്നൈയിൽ ചേരാനാണ് വിജയുടെ തീരുമാനം. അതിനിടെ പാർട്ടിയുടെ ഔദ്യോഗിക പ്രതിജ്ഞയും തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിലും ജനമൈത്രിയിലും ഉറച്ചു വിശ്വസിക്കുമെന്നും തമിഴ് ഭാഷയ്ക്കായി ജീവത്യാഗം ചെയ്തവരുടെ പോരാട്ടം തുടരുമെന്നും ജനാധിപത്യം, സാമൂഹ്യനീതി, മതേതരത്വം എന്നിവയിൽ അടിയുറച്ചു പ്രവർത്തിക്കുമെന്നുമാണ് ഔദ്യോഗിക പ്രതിജ്ഞ. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ഓൺലൈൻ സന്ദർശിക്കുക.